ഹലോ ഗൈസ്, കുറേ വർഷമായി ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. എന്നാൽ ഞാൻ മൈൻക്രാഫ്റ്റിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ഐലൻഡിൽ ഈ ഒരൊറ്റ മരം വെച്ച് വേണം എൻ്റെ സാമ്രാജ്യം പടുത്തുയർത്താൻ. എന്നെക്കൊണ്ട് ഇത് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ദ ഐലൻഡ് സർവൈവൽ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഐലൻഡിൽ ആകെ ഉള്ളതൊരു മരം മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ നോക്കി വരാം, ചുറ്റും കടൽ മാത്രം. ഈ ഒരു ഐലൻഡ് മാത്രമേ ഈ കടലിൽ. എനിക്ക് മരം മുറിക്കാൻ തന്നെ നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ മരം മുറിക്കുമ്പം സാപ്ലിങ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഗെയിം നിർത്തി പോകേണ്ടി വരും. മുറിച്ചോക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ആദ്യത്തെ ലോഗ് മുറിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 6 ഓക്ക് പ്ലാങ്ക്സ് കിട്ടിയിട്ട് ഓക്ക് ലോഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീവ്സ് എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു സാപ്ലിങ് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സാപ്ലിങ് ഇത്ര നേരം പൊട്ടിച്ചിട്ട് ഒരു സാപ്ലിങ് പോലും കിട്ടി. അങ്ങനെ നമുക്ക് ഇത് പൊട്ടിച്ച സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പിടിക്കാനൊന്നുമില്ല. നമുക്കൊരു മരം കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നട്ട്. ഓക്കെ, നമുക്ക് നമ്മളുടെ ടൂൾസ് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ചെയ്യാം. നിങ്ങൾക്ക് ഈ വർക്ക് കളിക്കാനുണ്ടെങ്കിൽ എനിക്ക് CD ഞാൻ വീഡിയോ അവസാനം കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ മൈൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു വാട്ടർ പോക്കറ്റാണ്. ഇതിലൂടെ നമുക്കിവിടെ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ബെഡ് ഉണ്ടാക്കാൻ ഷീപ്പൊന്നും ഇവിടെ ചെറിയ ഐലൻഡ് കാരണം ഇവിടെ കുറച്ച് ഗ്യാസ് ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. രാത്രിയായി ഡ്രൗണൊക്കെ ഇങ്ങോട്ടും കയറി വരും. പിന്നെ നമ്മൾ ക്രീപ്പർ മോബ്സിനെയൊക്കെ പേടിക്കണം. ഇവിടെ നിന്നിട്ട് തന്നെ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് താഴത്ത് പോയി കളക്ട് ചെയ്യാം. അപ്പോൾ 14 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോഡ്, ആക്സ്, പിക്കാക്സ് ഒന്നും കൂടി OP ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മരത്തിൻ്റെ പെൺകൂട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് നമ്മൾ ഐലൻഡിൻ്റെ ഇവിടെ ഡെർത്ത് വെച്ച് ഇവിടെ നടാം. നമുക്കിവിടെ അടുത്ത് വില്ലേജ് വേറെ ബയോമും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ നല്ല കഷ്ടപ്പാടായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ബെഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, നമ്മൾ നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതാ ഇപ്പം തന്നെ നൈറ്റായി, ബെഡില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ ഷീപ്പ് സ്പോണാണ്, അല്ലെങ്കിൽ സ്പൈഡർ സ്പോണാകുമ്പോൾ അതിനൊക്കെ ഒന്ന് സ്ട്രിങ് വെച്ചിട്ട് ബെഡ് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് സ്പൈഡറിനൊക്കെ ഒന്ന് ഫിഷിംഗ് റോഡ് കിട്ടും. ഒരു ഫിഷിംഗ് റോഡ് കിട്ടിയാൽ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലും കുറച്ചൊക്കെ നമുക്ക് ഫിഷിങ് ചെയ്യുമ്പോൾ നമുക്ക് എൻചാൻറ്റിങ് ബുക്സ്, പിന്നെ ഫിഷിങ് ബോൺ വീല്, വെതർ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ മീമിയും കിട്ടും. കൊല്ലല്ലേ വെള്ളത്തോരെന്നാലും വെള്ളം മാത്രം. കുറച്ചൊക്കെ വെള്ളം ഒഴിവായിട്ടുണ്ട്. നമുക്ക് അയൺ കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് കുറച്ചൊന്ന് അങ്ങോട്ട് ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെക്കാം. അധികം ദൂരം പോകണ്ട. അതുപോലെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും മോൺസ്റ്ററൊക്കെ സ്പോൺ ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ബേസിൻ്റെ പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതായിരിക്കും നമ്മളെ സെൻട്രൽ ഐലൻഡ്.
ഈ സെൻട്രൽ ഐലൻഡിനെ ബേസ് ചെയ്ത് ഇതിന് ചുറ്റും കുറച്ച് കസ്റ്റം ഐലൻഡുകൾ സെറ്റ് ചെയ്യും. എന്നിട്ട് അതിലായിരിക്കും നമ്മൾ ഓരോ ഫാം ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മളെ ബേസിൻ്റെ പ്ലാന്. നല്ല മെഗാ ബേസ് തന്നെ സെറ്റ് ചെയ്യണം. പക്ഷേ റിസോഴ്സാണ് ഒരു വെല്ലുവിളി. അത് നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോയി ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മൈനിങ്ങിന് അപ്പം ഇനി ഞാൻ കുറച്ച് മൈൻ ചെയ്യട്ടെ. ഒരു കോള് കിട്ടുമോ നോക്കാം. ഓക്കെ, മൈൻ ചെയ്യാൻ താഴോട്ട് ഇരുട്ടാണ്. അപ്പം നമുക്ക് കൈ കുറച്ച് വുഡേ ഉള്ളൂ. എന്നാൽ ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ലോകം ചെയ്യാം. ഇപ്പോൾ 4 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ചെറിയൊരു വെളുക്കുമായി. ഈ മരം എന്തൊന്നും വളരാത്ത കറക്റ്റൊന്നു. ഇനി നമ്മൾ നല്ല താഴോട്ട് കൊഴിച്ച് പോകാം. നമുക്ക് കോളും നമുക്ക് അയണ് കിട്ടി, അത്രയും നല്ലത്. നമുക്ക് ഹൈ ലെവല് നമ്മൾ ഡയമണ്ടിൻ്റെ ലെവലിൽ വരെ മൈൻ ചെയ്ത് പോവുക. ഡയമണ്ട് ആർമറൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, കോപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ കോപ്പർ ഒഴിവാക്കിയിട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കോപ്പർ വെച്ചിട്ട് ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ മൈൻ ചെയ്തെടുക്കാം. 34 കോപ്പർ റോ കോപ്പണ് കിട്ടിയിട്ട് റോ കോപ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒന്നും കൂടി താഴോട്ട് മൈൻ ചെയ്ത് നോക്കാം. ആണ് കോപ്പർ മൈൻ ചെയ്ത് നേരത്തായാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 പിന്നെ 9 10. ഓക്കെ, അപ്പം നമുക്ക് 10 അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷീൽഡും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അയണായിട്ടുണ്ട്. അയൺ ഫസ്റ്റ് സ്മെൽറ്റ് ചെയ്യാം. നമ്മൾ ഫ്യൂവലായിട്ട് ആകെ 4 സ്ലാബ് മാത്രമേ ഉള്ളൂ. നമ്മൾ കെൽപ്പ് സ്മെൽറ്റ് ചെയ്യാതെ ഫ്യൂവൽ ഉണ്ടാക്കാം. പക്ഷേ കെൽപ്പ് സ്മെൽറ്റ് ചെയ്യാൻ നമുക്ക് ഫ്യൂവൽ വേണം. ഞാനൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി മൈനിങ്ങിന് പോകാം. അപ്പോഴത്തേക്കും മരം വളരുമായിരിക്കും. 15 അയണായിട്ടുണ്ട്. ഇനി നമ്മൾ കോള് കിട്ടാണ്ട് മൈനിങ് നടക്കില്ല, ഫുള്ള് കിട്ടാണ്. നമുക്ക് സാഡൻ ഉണ്ടാക്കാൻ പറ്റിയ നമുക്ക് പഫർ ഫിഷിനെ നമുക്ക് മോവ് സ്പോണാൻ വേറെ വഴിയുണ്ട്. നമുക്ക് ഈ കേവിൻ്റെ ഉള്ളിൽ ഇവിടെ ഒന്ന് ഇരുടാക്കാം. അപ്പം ഇവിടെ എന്തെങ്കിലും സ്പോണാവുകയാണെങ്കിൽ സ്പൈഡർ സ്പോൺ നമ്മൾ ഇവിടെ തന്നെ കൊല്ലുകയും ചെയ്യാം. ക്രീപ്പറൊന്നും പൊട്ടിയാൽ പ്രശ്നം ഉണ്ടാവില്ല. അടിപൊളി വാട്ടർ പോക്കറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ലൈറ്റ് ലെവൽ 0 ആണെന്നാണ് ഞാൻ കരുതുന്നത്. 0 ലെവലാണ്. ഓക്കെ, ലൈറ്റ് ലെവൽ ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട്. വാട്ടർ പോക്കറ്റൊക്കെ എന്തോ ഒരു ചെറിയ മിനിമം പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് അടച്ച് പൂട്ടാം. പിന്നെ നമുക്കൊന്ന് മുകളിലേക്ക് പോയി തരാം. ഡ്രൗണ്ട് കയറിയാൽ നമ്മളെ കൊല്ലും. എന്താ മോശം സ്പോണാണ്. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പേടിപ്പിക്കും. പിന്നെ മരം ഇങ്ങോട്ട് മാറ്റി നട്ടു നോക്കാം. രാവിലെ ആവുന്നുണ്ട്. ട്രേഡർ ഓക്കെ, ഒരു വാട്ടർ ബക്കറ്റ് 2 എമറാൾഡ് കിട്ടും.
എമറാൾഡൊക്കെ സീഡ് കിട്ടും. അതായത് നല്ല എമറാൾഡൊന്നും നോക്കിയാലും ബക്കറ്റ് നമുക്കൊരു വാങ്ങാം. ഓരോ നാളിൽ നമുക്ക് ഓക്കെ പിന്നെ ട്രേഡ് കഴിഞ്ഞ് അവസാനം താങ്ക് യു ബ്രോ. നമ്മൾ ഒരു സീഡും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഫാർമിങ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സീഡിൽ നിന്ന് വേണം നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടാക്കാൻ. ഡീറ്റെയിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് താഴത്തൊന്ന് പോയി നോക്കാം ഇനി സ്പോണായിട്ടുണ്ടോന്ന്. ഇങ്ങനെ ഞാൻ സ്പൈഡറിനെ പ്രതീക്ഷിച്ച് വരും. ഇവിടെ ഉണ്ടാവും ക്രീപ്പർ മാമൻ. നമുക്ക് ഒരു ബ്ലോക്കും കൂടി മുകളിൽ കുഴിക്കാം. ആയിരിക്കും തോന്നുന്നു. ക്രീപ്പറിന് ഒരു ഓക്കെ. പുറത്ത് മഴയൊക്കെ ചോർന്ന് നല്ല തെളിഞ്ഞ ആകാശമായിട്ടുണ്ട്. നമുക്കിനി ഒരു പെപ്പ് ബ്ലോക്ക് കൂടി ഉണ്ടാക്കാം. ഒരു ബ്ലോക്ക് കൂടി ആയിട്ടുണ്ട്. പിന്നെ മിനിമത്തിൽ 8 എണ്ണമുണ്ട്. നമുക്ക് അത് വെച്ച് വേറൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റ് ചെയ്യും. വേറൊന്നും കൂടി ഉണ്ടാക്കിയിട്ട് ഇത് ഇവിടെ സ്മെൽറ്റിങ്ങിന് ഒന്ന് ഇവിടെ വെക്കാം. ഒന്ന് നമുക്ക് ഇവിടെ വെച്ച് അയൺ സ്മെൽറ്റ് ചെയ്യാം. അയൺ സ്റ്റെപ്പ് നമ്മളൊന്ന് ഇറങ്ങി മൈൻഡ് ചെയ്യാം. എന്നാൽ ബോട്ട് എടുത്ത് ഒന്ന് മുകളിലോട്ട് അയ്യോ 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 എനിക്കാണ് പെട്ടെന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റിയില്ല. ആ ഡ്രൗണാണെങ്കിൽ എൻ്റെ ബോട്ടിൽ കയറി ഇരിക്കുകയും ചെയ്തിട്ടുണ്ട് അനുവാദമില്ലാതെ. മനെ ഒരു വുഡ് എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മളെ ടൂൾസൊക്കെ സെറ്റ് ചെയ്താളാം. ടൂൾസാണ് മുഖ്യം. അതുപോലെ പിക്കാക്സ്, സോഡ്, ബാക്കി ഇപ്പം ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഹെൽമെറ്റ് നൈറ്റായി. ഇത് പെട്ടെന്ന് നൈറ്റായ മാതിരി തോന്നി. ഇൻവെന്ററി ഓപ്പണാക്കി വെച്ചത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഐലൻഡിൻ്റെ സീഡ് ഇതാണ്. ഒപ്പം കയറി കളിക്കാം. നിങ്ങൾ സ്പോണാവ് തന്നെ വെള്ളത്തിലായിരിക്കും. നേരെ പോവുക. തൊട്ടടുത്തന്നെ ഐലൻഡ് ഉണ്ടാവും. ഐലൻഡ് കയറുക. പക്ഷെ ഐലൻഡ് കയറുക, വുഡ് കട്ട് ചെയ്യുക, സർവേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് പ്രോഗ്രസ് ചെയ്യാൻ പറ്റി. നമുക്ക് അയൺ ടൂൾസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് സീഡ് ഒപ്പിക്കാൻ പറ്റി. പക്ഷെ മരം എന്താണെന്ന് വെച്ചാൽ മരം വളരുന്നില്ല. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ബോണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഐസ്, അപ്പം ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഓഫ് ക്യാമറയിൽ ഇനി കുറച്ച് മോബ്സിനൊക്കെ കൊന്ന് ആളെയാകുമ്പോഴത്തേക്ക് ഈ മരമൊക്കെ എങ്ങനെയും വളരുമെന്ന് വിചാരിക്കുന്നു.
അതൊക്കെ വളർന്നതിന് ശേഷം ഞാൻ റെക്കോർഡിങഗ് തുടങ്ങുന്നതായിരിക്കും നാളത്തെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അടുത്ത എപ്പിസോഡ് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ഐലൻഡ് സർവൈവലിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.